സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. പ്രൈസ് ദി ലോർഡ്. ഗ്രേസ് മിനിസ്ട്രീസിന് സ്വാതന്ത്ര്യ സന്ദേശമെന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് എല്ലാ ഉറ്റ സ്നേഹിതരെയും ശ്രോതാക്കളെയും ദൈവനാമത്തിൽ സ്വാഗതവും ടീമിൻ്റെ വന്ദനവും നിങ്ങളെ അറിയിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 2024 25 കുറേ കൂടെ മോശമായ വർഷവും വഷളായ വർഷവും അതുപോലെ തിന്മയുടെയും മ്ലേച്ഛതയുടെയും പാപത്തിൻ്റെയും ഭീകരതയുള്ള വർഷവും ആയി നിൽക്കുന്നല്ലോ. അവിടെ നമ്മുടെ സന്ദേശത്തിന് എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ ഈ സന്ദേശത്തിന് മാത്രമേ ഉള്ളൂ പ്രസക്തി. അതുകൊണ്ട് മുന്നാഴ്ച പറഞ്ഞു വച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ യുഗപരിപാടിയെ അറിയണം. എന്തിന്? ഒരാത്മീകൻ്റെ ആവശ്യമാണത്, കടമയാണത്, ഉത്തരവാദിത്തമാണത്. ഈ യുഗം ഏതാണ്? ഇതിൻ്റെ പിറകിലത്തെ യുഗം ഏതായിരുന്നു? ഇനി വരാൻ പോകുന്ന യുഗം ഏതാണ് എന്നറിയുമ്പോൾ മാത്രമേ അവൻ്റെ ഹൃദയം ത്രസിക്കത്തുള്ളൂ. അഥവാ ഇപ്പോൾ നേരിടുന്നതായ ചെറുതും വലുതുമായിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു സ്വാന്തനം, ഒരു പരിഹാരം, ഒരു വിടുതൽ എവിടെയാണെന്ന് തിരിച്ചറിയാൻ ഏറ്റവും ഉദാത്തമായ ഒരു പഠനം, കണ്ടെത്തൽ. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചത് ന്യായപ്രമാണ യുഗം മാറി കൃപായുഗത്തിലേക്ക് ചുവട് വെക്കുന്നു. കൃപായുഗം യേശുവിൻ്റെ ക്രൂശ് മരണം മുതൽ ഒന്നാം പുനരുദ്ധാനം വരെ, ന്യായപ്രമാണ യുഗം മോശയ്ക്ക് പ്രമാണം കൊടുത്ത നാൾ മുതൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം വരെ. അപ്പോൾ ഇങ്ങനെ ഓരോ യുഗങ്ങളുടെയും മാറ്റം അറിയുമ്പോൾ നമ്മെയും നമ്മുടെ ശേഷം ഒട്ടുവളരെ കാര്യങ്ങളുടെയും തിരിച്ചറിവ് അതിൽ നിന്നുണ്ടാവും. പ്രാർത്ഥിക്കാൻ ആവേശം കിട്ടും, ഒരുങ്ങാനും ഉണരാനും സന്തോഷിക്കാനും ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാനുമൊക്കെ നമുക്ക് പ്രചോദനം കിട്ടും. നമ്മുടെ ഒരു പ്രവൃത്തിയും ദൈവരാജ്യത്തിലേക്ക് മതിയായതല്ല, വിശ്വാസം മാത്രം. ശരി, നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് മത്തായി എഴുതിയ സുവിശേഷം 26 മുതൽ 28 വരെ നിർത്തി വായിക്കും. 26 മുതൽ 28 വരെ. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. മതി, നിയമത്തിന്റെ രക്തം. നിയമം എന്ന് ബൈബിൾ ഭാഷാന്തരത്തിൽ വരുമ്പോൾ ആത്മീയ പണ്ഡിതരും ദൈവശാസ്ത്രജ്ഞരും പിതാക്കന്മാരും ഒക്കെ അതിന് കൊടുത്തിരിക്കുന്ന മലയാള നിർവചനം ഉടമ്പടി എന്നാണ്. ഉടമ്പടി, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഉടമ്പടി. എന്നെ കേൾക്കുന്ന ഒരു വാക്ക് കേട്ടിട്ട് ഓടിപ്പോകുന്ന നിങ്ങൾക്കും ദൈവത്തിനൊരു ഉടമ്പടിയുണ്ട്. കേൾക്കാതെ മാറിപ്പോകുന്നവർക്കും ഉടമ്പടിയുണ്ട്. സകല മനുഷ്യരോടും ദൈവത്തിൻ്റെ ഉടമ്പടിയുണ്ട്. ഓക്കെ, അപ്പം നിയമമെന്ന് പറയുമ്പോൾ പുസ്തകത്താൾ പരിശോധിച്ചാൽ
പുസ്തകത്താളെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളങ്ങനെ നിറഞ്ഞു വരും. സകലതും ചുട്ടെരിഞ്ഞ് മാറ്റപ്പെടുമ്പോഴും ശേഷിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം, ഒരേ ഒരു വാർത്ത, ദൈവവചനം മാത്രം. ഓക്കെ. ആദമും ദൈവമായിട്ട് ഉടമ്പടി, ദൈവം ആദാമുമായിട്ട് ചെയ്ത ഉടമ്പടിയാണത്. സ്തോത്രം, സ്തോത്രം. നോഹയും ദൈവമായിട്ട് ഉടമ്പടി, അബ്രഹാമും ദൈവമായിട്ട് ഉടമ്പടി. അങ്ങനെ പഴയ നിയമത്തിൽ പല കാര്യങ്ങളുള്ള ബന്ധത്തിൽ മനുഷ്യന് ദൈവമായിട്ട് ഉടമ്പടിയുണ്ട്. അഥവാ ദൈവിക ഉടമ്പടികളുടെ സമ്പന്നത നിറഞ്ഞതാണ് പഴയ നിയമം. ഇവിടെ യേശു പറഞ്ഞു, ഇത് എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു. തിരുവെഴുത്ത് പറയുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ലല്ലോ. യേശുവിൻ്റെ ശരീരത്തിൽ ഓടുന്ന രക്തം പാവമില്ലാത്ത രക്തം, പാവാശേഷം തീണ്ടിയിട്ടില്ലാത്ത രക്തം. അതിന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കേട്ട് കേട്ട് ജനമനസ്സുകളുടെ അതുകൊണ്ട് ആ രക്തത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പാനപാത്രം നിങ്ങൾക്ക് തരുന്നത്. ഇതുവരെ ഭൂമിയിൽ അതുണ്ടായിട്ടില്ല, കൊടുത്തിട്ടുമില്ല. സ്തോത്രം. 26-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ വായിക്കാം. എന്നാലേ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദ, ഞാനോ റബി എന്ന് പറഞ്ഞതിന് നീ തന്നെ എന്ന് അവൻ പറഞ്ഞു. യെസ്, നീ 24 വായിച്ചു. തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം, മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ഹാ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളായിരുന്നു. 29-ാമത്തെ വാക്യം. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്തൃമേശ സമയത്ത് യൂദയും യേശുവുമായുള്ള സംഭാഷണമാണ് ആദ്യം വായിച്ചത്. 29-ാമത്തെ വാക്യം വായിച്ചത് ഇതെപ്പോഴാണ് സമാപിക്കുന്നതെന്നാണ്. സ്തോത്രം. വളരെ സന്തുഷ്ടനായി തൃപ്തിയോടെ ഞാൻ നിങ്ങളോട് പറയുന്നു, ആരാ തുടങ്ങിയത്? എന്താ തുടങ്ങി കാണിച്ചത്? അപ്പം നുറുക്കൽ അല്ലെങ്കിൽ കർത്തൃമേശ. യേശു തുടങ്ങി, ശിഷ്യന്മാർക്ക് ഹാൻഡ് ഓവർ കൈമാറി, ശിഷ്യന്മാർ സഭയ്ക്ക് കൈമാറി, സഭ തലമുറ തലമുറയായിട്ടത് ചെയ്തു വരുന്നു. എവിടെയാണ് സമാപനം? ദൈവരാജ്യത്തിൽ. ആര് പറഞ്ഞു? യേശു പറഞ്ഞു. ദൈവരാജ്യത്തിൽ നിങ്ങളോടുകൂടെ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുന്ന ആൾ വരെ ഞാൻ ഇത് കുടിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഓർക്കുക, അന്നത്തെ കാലത്തെ മർക്കോസ് എന്ന പേരായ ഒരു ശിഷ്യൻ്റെ മാളിക മുറിയിൽ വെച്ച് യേശു തൻ്റെ 12 ശിഷ്യന്മാരുമായി ആരംഭിച്ച ഈ മേശ ശിഷ്യഗണത്തിന് കൈമാറി, ശിഷ്യഗണ സഭയ്ക്ക് കൈമാറി. അവർ തലമുറ തലമുറയായിട്ട് അനുഷ്ഠിച്ചു വരുന്നു. ഇവിടുന്ന് സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം ആദ്യമായിട്ട് സ്വർഗത്തിൽ നടക്കുന്ന ഒരു മകനീയ ശുശ്രൂഷയാണ് കോടിക്കണക്കിന് വിശുദ്ധന്മാരുമായിട്ടുള്ള സഭാജനവുമായിട്ടുള്ള ശുശ്രൂഷ. അതിൻ്റെ ലീഡർ ആരായിരിക്കുമെന്ന് എനിക്ക് പറയാൻ പുസ്തകത്തിലില്ലെങ്കിലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, യേശു തന്നെയായിരിക്കും. അവിടുന്ന് ഇവിടെ സ്ഥാപിച്ചതാണ് ഈ നിയമം. അഴിച്ചു പണിയാൻ, ഉടച്ചു വാർക്കുവാൻ, തോന്നിയതുപോലെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഈ ഉടമ്പടി ദൈവം മനുഷ്യനുമായി ചെയ്ത ഉടമ്പടി, മോശ എവിടേക്ക് പ്രമാണം കൊടുത്തിട്ട് യഹോവയായ ദൈവം ചെയ്ത ഉടമ്പടി, ഇസ്രായേലിനുമായിട്ടുള്ള ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരം നാം വരുമ്പോൾ കഴിഞ്ഞ ആഴ്ച വായിച്ചതുപോലെ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്നു യേശു. എബ്രായർ 9:15 വായിച്ചതെന്ന്.
പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശു ഈ ഉടമ്പടി പ്രകാരം കാര്യങ്ങൾ പരമേൽപ്പിച്ചു പോയി. ഇത് അവൻ്റെ ഓരോ പ്രാദേശിക സഭാകൂട്ടങ്ങളിലും നടക്കേണ്ടതും നടത്തേണ്ടതും നിവർത്തിക്കേണ്ടതുമാണ്. ഉടമ്പടി ലംഘനം വരുതേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. സ്തോത്രം, സ്തോത്രം. ഏറ്റവും ഗൗരവമായ ഒരു മർമ്മമാണ് യേശു അവർക്ക് കൈമാറുന്നത്. ഇന്ന് ഇതിൻ്റെ ദൈവിക വശം മത്തായി 26:30 ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. ഓക്കെ, മതി. സമാപനം. യേശുവിൻ്റെ ഇവിടുത്തെ ശുശ്രൂഷയും അവരുമായിട്ടുള്ള കൂട്ടായ്മയും എന്ന് വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ സമാപനം. സ്തോത്രം. അപ്പോൾ അങ്ങനെ ആരംഭിച്ച് കിട്ടിയ പുതിയ നിയമത്തിൽ ഞാൻ നിൽക്കണമോ അതോ ഇനിയും ബലി കഴിച്ച് ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കണമോ? ഞാൻ എന്നെ തന്നെ പരിശോധിക്കേണ്ടതാണ്. സ്തോത്രം. ലൂക്കോസ് 22:19 വായിക്കുമ്പോൾ അവിടെ പ്രത്യേകമായൊരു കാര്യം ലൂക്കോസ് പറയുന്നുണ്ട്. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ അപ്പോസ്തലന്മാരും അല്ലെങ്കിൽ എല്ലാ എഴുത്തുകാരും ഈ കാര്യം എഴുതിയിട്ടുണ്ട്. എല്ലാവരും എഴുതുമ്പോൾ എല്ലാവരുടെയും ഉദ്ദേശം ഒന്ന്, എല്ലാവരും വിചാരിക്കുന്ന ആത്മാവ് ഒന്ന്, എല്ലാവരും ദൃക്സാക്ഷികളുമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു യുഗം മാറി വേറൊരു യുഗം വന്നു. ആദ്യ യുഗം മനുഷ്യൻ്റെ നീതിപ്രവൃത്തികളാൽ, സ്വയമായ നീതിപ്രവൃത്തികളാൽ ദൈവമായിട്ട് നീതീകരണം പ്രാപിക്കണം. രണ്ടാമത്തെ നിയമം മനുഷ്യൻ്റെ നീതിപ്രവൃത്തികളാലല്ല, ദൈവത്തിൻ്റെ നീതിയാൽ നീതി കീഴ്പ്പെട്ടിട്ട് വിശ്വാസം, ദൈവം ചെയ്ത നടപടികളെ, പ്രവൃത്തികളെ, യാഗത്തെ വിശ്വസിക്കുമ്പോൾ വിശ്വാസത്താൽ അവൻ നീതീകരിക്കപ്പെടുന്നു. റോമാലേഖനം 5:1 അത് നമുക്ക് വായിക്കാൻ കഴിയും. ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിച്ചാൽ നല്ലതായിരുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നീതീകരിക്കപ്പെട്ടിട്ട് മതി. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതാണ് ബാക്കി ഭാഗം. ദൈവത്തോട് നമുക്കൊരു നീതീകരണം വേണ്ടേ? 2 കൊരിന്ത്യർ ലേഖനം 5:18 സാധ്യതയുണ്ട്. ഒന്ന് വായിച്ചാട്ടെ 18. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അടുത്തത്, ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ലോകത്തെ ദൈവം തന്നോട് നിരപ്പിക്കാൻ ക്രിസ്തു മുഖാന്തരം. നിരപ്പിന്റെ ശുശ്രൂഷ, നിരപ്പിന്റെ വചനം. നിരപ്പ് എന്താണത്? പിണക്കം തീർത്ത് ഐകമത്യത്തിലെത്തിക്കുന്നതിനാണ് നിരപ്പെന്ന് വിചാരിക്കാൻ. പാപിയായ മനുഷ്യനും ദൈവമായിട്ട് പിണക്കത്തില്ല. എത്ര പ്രാർത്ഥിച്ചാലും ഇതിന് പരിഹാരം വന്നില്ലെങ്കിൽ പിണക്കത്തില്ല. ആ പിണക്കം മാറാൻ ക്രിസ്തു മൂലം ദൈവത്തോട് നിരക്കണം. ക്രിസ്തു എൻ്റെ പാപത്തിന്, എൻ്റെ ജീവിതത്തിലെ തിന്മയ്ക്ക്, ലോക സ്വഭാവത്തിന്, ലോകമോഹത്തിന്, ജഡമോഹത്തിന് ഞാൻ ജീവിക്കുവാൻ എനിക്ക് അവകാശമില്ല. കാരണം തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവന് ശിഷ്യനായിരിക്കാൻ കഴിയില്ല. തൻ്റെ ക്രൂശ് മരത്തടിയല്ല,
സ്വർണവും വെള്ളിയുടെയും കുരിശല്ല. അവമാനം, ആക്ഷേപം, പരിഹാസം, നിന്ന എന്നിങ്ങനെ ഒറ്റപ്പെടുത്തൽ, തള്ളിക്കളയൽ, അപവാദങ്ങൾ, വളരെ കാര്യങ്ങൾ ലോകം പ്രസൻറ്റ് ചെയ്യുമ്പോൾ, ലോകം അടിച്ചേൽപ്പിക്കുമ്പോൾ ക്രിസ്തു നിമിത്തം ഞാനിത് ചവറെന്നെണ്ണുന്നു എന്ന് സെന്റ് പോൾ പറഞ്ഞിരിക്കുന്ന പ്രകാരം, ക്രിസ്തു നിമിത്തം ഞാനിത് ഛേദമെന്ന് എണ്ണുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന പ്രകാരം, ഈ നൈമിഷിക ജീവിതത്തെ കാലത്തിലെ എന്തോ വലിയ കാര്യസാധ്യതയെന്ന പോലെ ഇതൊന്നും പരിഗണിക്കാതെ, ശ്രദ്ധിക്കപ്പെടാതെ മനുഷ്യനായുള്ള മാനം ഇച്ഛിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന മനുഷ്യരെ, ലോകമേ, നിങ്ങൾക്കും ദൈവത്തിനും തമ്മിൽ ദൈവം ഉടമ്പടി വെച്ചിട്ടുണ്ട്. നിങ്ങളെ ദൈവം തള്ളിയിട്ടില്ല. അല്പകാലവും കൂടെ ഈ കൃപായുഗം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യുഗത്തിൽ കർത്താവിനെ സ്വീകരിക്കാം, കർത്താവിനെ ഏറ്റെടുക്കാം. നിങ്ങൾക്ക് പബ്ലിക്കിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇരിക്കട്ടെ, സ്വകാര്യമായി നിങ്ങൾക്ക് യേശുവുമായിട്ട് ബന്ധം പുലർത്താം. ബന്ധം പുലർത്തി അവനിൽ ആശ്രയിച്ച് അവന് വേണ്ടി ജീവിക്കാം. അങ്ങനെ ജീവിക്കാൻ തീരുമാനമെടുക്കുന്ന ഒരാളെക്കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്: യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. കേൾക്കുക, ദൈവം ഒരു അധികാരം തന്നു. എനിക്കത് 62 വർഷം മുമ്പ് തന്നു. എൻ്റെ നല്ല യൗവന പ്രായത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന കാലത്ത് തന്നു. നിങ്ങൾക്ക് സാധ്യമാണ്. അപ്പം പിന്നെ ആരായി മകനായി, അല്ലെങ്കിൽ ആരായി മകളായി? മകനോ മകളോ ആകുന്നത് അവൻ്റെ ഉടമ്പടിയിൽ പ്രവേശിക്കുന്നു. ഉടമ്പടി സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭയുണ്ട് ഇവിടെ. ആ സഭയാണ് ദൈവസഭ. സഭയുടെ പേര് ദൈവസഭ എന്നാണ്. ആ ദൈവസഭയാകുന്ന സൗധത്തിൽ, അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ ആ നമ്പർ എൻ്റെ കൂടെ ചേർത്തു. പിന്നെ ഏതൊക്കെ ഇതൊന്നും എനിക്കിപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഓരോരുത്തരും അവനവൻ്റെ അധ്വാനത്തോളം പ്രതിഫലം കൊടുക്കും. അങ്ങനെയുള്ള സഭയ്ക്കകത്തേക്ക് വരാൻ എനിക്ക് ഭാഗ്യം കിട്ടിയതുപോലെ, ഞാൻ അന്വേഷിച്ചു കണ്ടെത്തിയതുപോലെ, കർത്താവ് എന്നെ തേടി എൻ്റെ അടുത്ത് എത്തി എന്നെ കണ്ടെത്തിയതുപോലെ, കർത്താവ് ഞാനുമായിട്ട് ഉടമ്പടി ചെയ്യാൻ ഇടയായതുപോലെ, ആർക്കായത് കഴിയാത്തത്? അതിനെൻ്റെ പ്രസ്റ്റീജ് തടസ്സമല്ല, എൻ്റെ കുടുംബം തടസ്സമല്ല, ഭൂമിയിലുള്ള ഒന്നും എനിക്ക് തടസ്സമല്ല. അതൊക്കെ ചപ്പും ചവറുമായിട്ട് തള്ളിക്കളയുന്നു. അങ്ങനെ ഞാനും കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്ത് ഒന്നായി കഴിയുമ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളുടെയും കൂട്ടുത്തരവാദിത്വം കർത്താവിനായി. 2 പത്രോസ് 3-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 2 പത്രോസ് 3:12. നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. ഇങ്ങനെ ഇവയൊക്കെ അഴിവാനുള്ളതായിരിക്കാൻ. 11 കൂടെ വായിച്ചാൽ തൃപ്തിയോടെ വായിക്കോളൂ. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കും. ഇവയൊക്കെയും അഴിയാനുള്ളതാകയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നു. ഞാൻ കഴിഞ്ഞ 2 എപ്പിസോഡ് മുമ്പ് പറഞ്ഞതാണ്, ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരിക്കുവാൻ ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുള്ളവരായിരിക്കണം. അവരുടെ നാട്ടിലും വീട്ടിലും എത്താൻ, അവരൊരുക്കുന്ന പുതിയ കൊട്ടാരമായ പുതിയ യെരൂശലേമിലെത്താൻ. വെളിപ്പാട് പുസ്തകത്തിലെ വാക്യം കൃത്യമായി വ്യാഖ്യാനിച്ചുകൊണ്ട് വേദപണ്ഡിതർ
പറഞ്ഞിരിക്കുന്നത് ആ കൊട്ടാരത്തിൻ്റെ വലിപ്പം 2400 കിലോമീറ്റർ നീളം, 2400 കിലോമീറ്റർ വീതി, 2400 കിലോമീറ്റർ ഉയരം. ആർക്ക് അതിനെ അളന്ന് തിട്ടപ്പെടുത്തി പറയാൻ പറ്റും? സ്തോത്രം. വീതിയും നീളവും ഉയരവും വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് കണക്കൂട്ടിയെടുത്തിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ആ കൊട്ടാരത്തിൽ എനിക്ക് പങ്കാളിത്തം കിട്ടുമെങ്കിൽ ഈ ചവറിൻ്റെ പിന്നാലെ, ചപ്പിൻ്റെ പിന്നാലെ എനിക്ക് കാലം കഴിക്കണമോ? നമ്മൾ പറഞ്ഞു വരുന്നതേ യുഗം മാറി, നിയമം മാറി. മറക്കണ്ട, ഈ യുഗത്തിൻ്റെ പേര് ന്യായപ്രമാണ യുഗമെന്നല്ല, കൃപായുഗമെന്നാണ്. ഈ യുഗം ഉടനെ മാറും, അടുത്ത യുഗം വരും. ആ യുഗത്തിൻ്റെ പേര് ഇപ്പോൾ ഒന്ന് സൂചിപ്പിച്ച് വെച്ചേക്കാം. ആ യുഗത്തിൻ്റെ പേര് മഹാപീഡന യുഗമെന്നാണ്. സ്തോത്രം. അപ്പോൾ കൃപായുഗത്തിൻ്റെ ആയുസ് യേശുവിൻ്റെ ക്രൂശുമരണം മുതൽ യേശു സഭയെ ചേർക്കുന്നത് വരെയാണ്. ന്യായപ്രമാണ യുഗത്തിൻ്റെ ആയുസ് മോശയ്ക്ക് കൈമാറിയ പ്രമാണം മുതൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം വരെയായിരുന്നു. ദൈവത്തിൻ്റെ യുഗപരിപാടിയെ അറിയണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചില കാര്യങ്ങൾ അറിയുമ്പോൾ ഞാൻ എവിടെയാണെന്നും എവിടെയായിരുന്നുവെന്നും ഇപ്പോൾ എന്തായിരിക്കുന്നുവെന്നും നാളെ എന്താകുമെന്നൊക്കെ എനിക്ക് ബോധ്യം വന്നു കഴിയുമ്പോൾ, ബോധ്യം വരിക എന്ന് പറയുന്നത് ഇത് വിശ്വസിക്കുന്നവർക്കാണ്, ഇത് അംഗീകരിക്കുന്നവർക്കാണ്, ഇതിനെ സ്നേഹിക്കുന്നവർക്കാണ്, ഇതിനെ ചുംബിക്കുന്നവർക്കാണ്. നഷ്ടപ്പെടുത്തണ്ട, അന്യമാക്കണ്ട. ഇത് മനുഷ്യൻ്റെ രചനയല്ല, അല്ല. ഇത് ഞാൻ ഈ വിഷയത്തിൻ്റെ ആരംഭത്തിൽ വായിച്ച് കേൾപ്പിച്ചതാണ്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുകയും അവരൊന്നും കാണാതിരിക്കത്തില്ല, അവരൊന്നിനും ഇണയില്ലാതിരിക്കത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവത്തിലെ കൂട്ടി വരുത്തിയത്, യഹോവയുടെ വായത്തിലെ കൽപ്പിച്ചത്, കൂട്ടിവരുത്താൻ ആരെയും വേറെ ചുമതലപ്പെടുത്തിയിട്ടില്ല. അരുളി ചെയ്യാൻ വേറെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. യിരെമ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ 31-ാമത്തെ വാക്യത്തിൽ അങ്ങോട്ടുണ്ടായി. എന്തുകൊണ്ട് കള്ളപ്രവാചകൻ ഉണ്ടായി? സത്യം പറയുന്നവൻ സത്യമുള്ളതുകൊണ്ടും ഉണ്ടായി. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പുരോഹിതന്മാർ അവരോട് ചേർന്ന് ഒരു കൈയായി അധികാരം നടത്തുന്നു. എൻ്റെ ജനത്തിനും അത് ഇഷ്ടമാകുന്നു. എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? ജനത്തോട് ചോദിക്കും, ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് എവിടം വരെ പോകാം? ഈ ലോകത്തോട് പരസ്യമായി, ഓപ്പണായി ഞാൻ പറയുന്നു, ഇന്നത്തെ ഇത്രയെങ്കിലും സമാധാനം എന്ന് പറയുന്നത്, സ്വസ്ഥത എന്ന് പറയുന്നത് ഭീകരയുദ്ധം വരാൻ തുടങ്ങുമ്പോൾ അതത് രാജ്യത്തിൻ്റെ അംബാസഡേഴ്സിനെ അതത് രാജ്യക്കാർ മടക്കി വിളിക്കുന്നത് പോലെ കർത്താവിന് സഭയെ തിരിച്ചു വിളിക്കുന്നത് വരെ മാത്രമുള്ളൊരു ശാന്തതയായിപ്പോൾ. ഈ ശാന്തത എക്കാലത്തും കിട്ടുമെന്ന് നിൽക്കുമെന്ന് വിചാരിക്കരുത്. ലോകത്തിന് ചിത്രവും ചരിത്രവും ഒക്കെ മാറ്റി എഴുതി ലോകം വലിയ സമ്പന്നതയിലേക്ക് കൊണ്ടുവരാമെന്നൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കുകയും പത്ര റിപ്പോർട്ടുണ്ടാകുകയും TV അതൊക്കെ പ്രക്ഷേപണം ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ചിരിയാ വരിക. വെറും മായാസ്വപ്നം എന്നർത്ഥം. നടക്കാൻ പോകുന്നില്ല. കാരണം ഓരോ ദിവസവും പാവം പെരുകുകയാണ്, പാവം പെരുകുന്നു. അത് ഞങ്ങളോടുള്ള മറുപടി എന്താ? ഇല്ല, വായിച്ച് കേൾപ്പിക്കാൻ ഇപ്പോൾ സമയം പോരാ. ഞങ്ങളോടുള്ള മറുപടി, പാപം പെരുകിയെടുത്ത് ദൈവം കൃപ അത്യന്തം വർദ്ധിപ്പിച്ചു. ദൈവം വർദ്ധിപ്പിച്ച കൃപയാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ ഊന്നുവടി.
അതിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അറിഞ്ഞിരുന്നില്ലെന്ന് വരരുത്, പറയരുത്. ലോകം യേശുവിൻ്റെ വരവിലേക്ക് ആസന്നമായി വഴിമാറുകയാണ്. കൃപായുഗം വഴിമാറാൻ പോവുകയാണ്. ഇനി അധികം കാലം നിൽക്കത്തില്ല. ഇപ്പം എത്ര കൃപായുഗത്തിൻ്റെ ആയുസ്? ഇപ്പോൾ 2000 വർഷം കഴിഞ്ഞു. കൃപായുഗത്തിൻ്റെ ആയുസ് 2000 വർഷം കഴിഞ്ഞു. ഇനി എത്ര ഉണ്ടാവും? യേശുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ഡേറ്റ് ആരും കൊടുത്തിട്ടില്ല. ഏതൊക്കെ കണക്ക് കൂട്ടി ആരൊക്കെ പറഞ്ഞാലും യേശു പറഞ്ഞ പ്രസ്താവനയ്ക്ക് വിരുദ്ധമാണത്. എന്ത് ഡേറ്റ് പറയുന്നത്? ഡേറ്റ് പറയാൻ പാടില്ല. യേശുവിൻ്റെ ഡേറ്റ് അറിയാമായിരുന്നെങ്കിലും യേശു പറഞ്ഞിട്ടില്ല. യേശുവിൻ്റെ ഡേറ്റ് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു മാറിയത്. എന്തും ആകട്ടെ, അപ്പോൾ യേശുവിൻ്റെ വരവ് വരെയാണ് കൃപായുഗത്തിൻ്റെ ആയുസ് എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അത് കഴിഞ്ഞാൽ കാര്യത്തിൻ്റെ സീരിയസ് കഴിഞ്ഞ ചില എപ്പിസോഡ് മുമ്പ് കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. എൻ്റെ മനസ്സും ചിന്തയും ഹൃദയവും ആത്മാവും എല്ലാം പുസ്തകത്തിലെ വരാൻ പോകുന്ന സുവാർത്ത കാര്യവും ദുർവാർത്ത കാര്യവും പറയുവാൻ പഠിച്ച് ഒരുങ്ങുക. ദുർവാർത്ത നെഗറ്റീവ്, സുവാർത്ത പോസിറ്റീവ്. പോസിറ്റീവായ ഈ വാർത്ത ലോകത്തോട് പറയുക. അത് കഴിഞ്ഞാലൊരു ദുർവാർത്ത വരാനുണ്ടെന്നും അവരെ കേൾപ്പിച്ചിരിക്കുക. ഓക്കെ, ഈ ചിന്തയാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു യുഗം മാറി പുതിയ യുഗം വന്നു, നിയമം മാറി പുതിയ നിയമം വന്നു. ആ നിയമത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വർഗീയ പിതാവേ, യേശുവിൻ നാമത്തിൽ ഇന്ന് പകല് പറഞ്ഞതായ ന്യായപ്രമാണ യുഗം വഴിമാറിയപ്പോൾ കൃപായുഗത്തിലേക്ക് മാടി വിളിച്ച കർത്താവേ, ഓടി വരിക, കൃപാസനത്തിലേക്ക് വരിക, സഹായത്തിന് കൃപയ്ക്ക് വേണ്ടി വരിക, കരുണ ലഭിപ്പാൻ വേണ്ടി വരിക എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യവർഗത്തെ മാടി വിളിക്കുന്ന, പാപത്തിന് വിമോചനം വരുത്തിക്കൊണ്ട് പാപപരിഹാരത്തിന് വാർത്ത പറയുന്ന അങ്ങയുടെ മഹാസ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങളെക്കൊണ്ടും അങ്ങനെ ഒന്ന് പറയിപ്പിക്കാൻ അങ്ങേക്ക് പ്രസാദമായതിന് സ്തോത്രം. കേട്ടവരായ മുഴുവൻ പേരെയും ഈ വിഷയത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ ഹൃദയത്തിൻ്റെ കണ്ണ് തുറക്കണമേ, അവരുടെ ബുദ്ധി തുറക്കണമേ. കർത്താവെ, അവരുടെ ആമേൻ ജ്ഞാനം, ആത്മിക ജ്ഞാനം വർദ്ധിപ്പിക്കണമേ. ഹൃദയം തുറന്ന്, ബുദ്ധി തുറന്ന്, കർത്താവെ കണ്ണ് തുറന്ന് അവരെ വിഷയത്തിൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് അങ്ങ് പറഞ്ഞിട്ടുള്ളതുപോലെ ഇതെല്ലാം ആത്മീയ കാതുള്ളവൻ കേട്ട് തിരിച്ചറിയട്ടെ, ഗ്രഹിക്കട്ടെ, മനസ്സ് തിരിയട്ടെ, ദൈവത്തിലേക്ക് വരട്ടെ. അതിനായിട്ട് അവരെ ഒരുക്കണേ. രണ്ടാമതും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.